ഹലോ എവരി വൺ. സോ നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് JAB ചെയ്തിട്ടുണ്ടാവും. കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ഈസി പേപ്പർ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. സോ നമുക്ക് ഓരോ ചോദ്യങ്ങളിലൂടെ കടന്നു പോയേക്കാം. ചോദ്യങ്ങൾ കടന്നു പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ചിലപ്പോൾ എക്സാമിന് നമുക്ക് ഈ എല്ലാ ചോദ്യങ്ങളും നല്ല വൃത്തിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയത്, ഇനി ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബേസിക്കൽ ഐഡിയ, ചിലപ്പോൾ ആ ചോദ്യം കാണുമ്പോൾ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയായിരുന്നു ചിന്തിക്കേണ്ടത്, ഈ ഒരു ടോപ്പിക് എനിക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ എക്സാംസ് കഴിയുമ്പോഴും അതൊന്ന് വിലയിരുത്തേണ്ടത് കേട്ടോ. സോ ഏതെങ്കിലും ഒരു ഏരിയ നമ്മൾ വീക്ക് ഉണ്ടെങ്കിൽ അതൊന്നുകൂടി സ്ട്രോങ് ആക്കി എടുക്കണം എന്നുള്ളൊരു വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. സോ മൂവിങ് ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ എയിൽ ഉണ്ടാവുന്ന ആദ്യത്തെ ചോദ്യം, ദ റേഡിയസ് ഓഫ് എ ഡിസ്ക് ഈസ് 1.2 സെന്റിമീറ്റർ. ദ ഏരിയ അക്കോർഡിംഗ് ടു ദ ഐഡിയ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വിൽ ബി ഗിവൺ ബൈ. ഒരു ഡിസ്കിന്റെ റേഡിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1.2 സെന്റിമീറ്റർ ആണ്. സോ വി നോ ദാറ്റ് വാട്ട് ഈസ് ഏരിയ. ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ് ഈസ് പൈ ആർ സ്ക്വയർ അല്ലേ. ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. സോ ഇവിടെ പൈ ഇൻറ്റു ആർ എത്രയാണ്, 1.2 ഇൻറ്റു 1.2. നമുക്കറിയാം 1.2 ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ഇൻഫൈനൈറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സോ 1.2 എന്ന് പറയുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുന്ന റൂൾ എന്താ, മൾട്ടിപ്ലിക്കേഷൻ സമയത്ത് ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആർക്കാണോ അതാണ് ഫൈനൽ ആൻസറിൽ എഴുതേണ്ടത്. സോ ഇവിടെ 1.2 രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ ഈ 1.2 രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. സോ ഫൈനൽ ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് വരേണ്ടത്, രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്ന ആൻസർ ഉണ്ടോ നോക്കുമ്പോൾ ഓഫ് കോഴ്സ് വി ക്യാൻ സി ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. A mass of 10 kg is suspended by a rope of length 2.8 meter from a ceiling. A force of 98 Newton is applied at the midpoint of the rope as shown in figure. The angle which the rope makes with the vertical in the equilibrium is. സോ ഇവിടെ ടെൻഷൻ ഈ ഡയറക്ഷനിലേക്ക് ടെൻഷൻ ഉണ്ട്. ഈ റോപ്പിന് നമ്മൾ ഈ ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഈ 10 കിലോഗ്രാമിൻ്റെ വെയിറ്റ് എത്ര ഉണ്ടാവും, 10 ഇൻറ്റു G, 10 ഇൻറ്റു 10G താഴത്തേക്ക് ഉണ്ടാവും. ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ നമ്മൾ രണ്ട് കോമ്പണൻസ് ആയിട്ട് സോൾവ് ചെയ്താൽ വി ഗെറ്റ് വൺ കോമ്പണൻറ്റ് ഹിയർ ഇറ്റ് ഈസ് T cos തീറ്റ. അതേപോലെ ഈ ഡയറക്ഷനിലേക്ക് ഒരു കോമ്പണൻറ്റ് ഉണ്ടാവും T sin തീറ്റ. സോ അറ്റ് ഇക്വിലിബ്രിയം വി ക്യാൻ സേ ദാറ്റ് T sin തീറ്റ 98 ന്യൂട്ടനെ ബാലൻസ് ചെയ്യുമ്പോൾ T cos തീറ്റ അതിൻ്റെ വെയിറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ലൈക്ക് T sin തീറ്റ ഇസ് ഈക്വൽ ടു 98. അതേപോലെ മക്കളെ T cos തീറ്റ ഇസ് ഈക്വൽ ടു 10G. വാട്ട്സ് വാല്യൂ ഓഫ് G? G ഈസ് 9.8. അപ്പോൾ G 9.8 വരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കണേ, സൈൻ തീറ്റ ബൈ T sin തീറ്റ ബൈ T cos തീറ്റ എത്രയാണ്, ടാൻ തീറ്റ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 98 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 9.8 എത്രയാണ്, 98. 98 ബൈ 98 എത്രയാണ്, 1. ടാൻ തീറ്റ 1 വരണമെങ്കിൽ തീറ്റ എത്ര ആയിരിക്കണം, 45 ഡിഗ്രി. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ പ്രൊജക്ടൈൽ ഈസ് മൂവിങ് അറ്റ് 20 മീറ്റർ പെർ സെക്കൻഡ് അറ്റ് ഇറ്റ്സ് ഹയസ്റ്റ് പോയിന്റ്. ഹയസ്റ്റ് പോയിന്റിൽ ഉണ്ടാവുന്ന പ്രൊജക്ടൈലിൻ്റെ വെലോസിറ്റിയാണ് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഹയസ്റ്റ് പോയിന്റ് അതിൻ്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഹയസ്റ്റ് പോയിന്റിൽ എന്ത് വെലോസിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ മക്കൾ, നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു പ്രൊജക്ടൈലിൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ അതിന് ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ. സോ ആ ഇൻസ്റ്റന്റ് ഉണ്ടാവുന്ന അതിൻ്റെ മൊമെന്റ് എന്താ, ഇനീഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ M ഇൻറ്റു U I ക്യാപ്പ് ചെയ്താൽ ഇനീഷ്യൽ കണ്ടീഷനിൽ ഉണ്ടാവുന്ന മൊമെന്റം MU I ക്യാപ്പ് ആണ് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ. അതിനുശേഷം പറയാണ് where it breaks into equal parts due to internal explosion. ഇന്റേണൽ എക്സ്പ്ലോഷൻ കാരണം എന്ത് ചെയ്തു, അത് ബ്രേക്ക് ചെയ്തു. എക്സ്റ്റേണൽ ഫോഴ്സിന്റെ പ്രസൻസ് ഒന്നുമില്ലെങ്കിൽ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കണം. സോ ഇനീഷ്യൽ മൊമെന്റം എത്രയായിരിക്കണോ അത് തന്നെയായിരിക്കണം ഫൈനൽ മൊമെന്റം. ഈക്വൽ പാർട്ട് ആവാന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയട്ടെ, അതിനുശേഷം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നോക്കാം. One part moves vertically up with 30 meter per second with respect to the ground. Then the other part, അതായത് ക്വസ്റ്റിൽ പറയുന്നുണ്ട് ബ്രേക്ക് ചെയ്തതിനു ശേഷം ഒരാൾ മുകളിലേക്ക് 30 മീറ്റർ പെർ സെക്കൻഡിൽ മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, മറ്റവൻ ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന ചോദിച്ചിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഈക്വൽ മാസമായിട്ട് മാറാന്ന് പറയുന്ന സമയത്ത് M മാസമുള്ളവൻ ഈക്വൽ മാസമായിട്ട് മാറാന്ന് പറയുന്ന സമയത്ത് പകുതിയായില്ലേ. സോ ഒരാളുടെ വെലോസിറ്റി M/2, അയാളുടെ വെലോസിറ്റി 30 ആണ്. അയാൾ എങ്ങോട്ട് പോകുന്നത്, J ക്യാപ്പ് ആണ്. മറ്റവനും ഈക്വൽ മാസം, അയാളുടെ വെലോസിറ്റി നമുക്കറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. M/2 ഇൻറ്റു V എഴുതാം. എന്ത് എഴുതാം, M/2 ഇൻറ്റു V വെക്ടർ V എഴുതാം. അടുത്ത സ്റ്റെപ്പിലോ വി നോ ദാറ്റ് ഇനീഷ്യൽ മൊമെന്റവും ഫൈനൽ മൊമെന്റവും സെയിം ആയിരിക്കണം. മൊമെന്റം കൺസർവേഷൻ പ്രകാരം ഇനീഷ്യൽ മൊമെന്റ് എത്രയാ, M ഇൻറ്റു 20 I ക്യാപ്പ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ M/2 ഇൻറ്റു 30J ക്യാപ്പ് പ്ലസ് M/2 ഇൻറ്റു V ക്യാപ്പ് എന്ന് വരും. M എല്ലാത്തിലും കോമൺ ഉള്ളത് കൊണ്ട് നമുക്ക് M കോമൺ ആക്കി എടുത്ത് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അതേപോലെ തന്നെ അതിവിടെ താഴ്ത്തുന്നുണ്ട് 2 ഉണ്ടല്ലേ. അപ്പോൾ 2 കോമൺ ആക്കി എടുക്കുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ 2 നമ്മൾ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് 40 I ക്യാപ്പ്. അത് മാത്രമല്ല 40 I ക്യാപ്പ് ഇസ് ഈക്വൽ ടു 30J ക്യാപ്പ് പ്ലസ് V ക്യാപ്പ് എന്ന് വരും. സോറി, M നമ്മൾ കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്തല്ലോ അല്ലേ, വെക്ടർ V ക്യാപ്പ് എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ വി ക്യാൻ റൈറ്റ് വെക്ടർ V എന്ന് പറയുന്നത് ഇവിടെ 40 I ക്യാപ്പ് മൈനസ് 30J ക്യാപ്പ് എന്ന് വരും. ഇതാണ് M/2 മാസുള്ള രണ്ടാമത് ബ്രേക്ക് ചെയ്ത സമയത്ത് 2 പീസായി. അതായത് ഒരു പീസിൻ്റെ വെലോസിറ്റിയാണ് 40 I ക്യാപ്പ് മൈനസ് 30J ക്യാപ്പ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. IJ ഫോമിലാണെങ്കിൽ വാട്ട് ഈസ് മാഗ്നിറ്റ്യൂഡ്, √40² പ്ലസ് 30² വരും.
റൂട്ട് ഓഫ് 40 സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ റൂട്ട് 50 സ്ക്വയർ ആയിരിക്കും. ഓർ ദ ആൻസർ വിൽ ബി 50 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോ? സോ ഈ ഒരു 3 ചോദ്യങ്ങൾ കിടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പേപ്പർ ഏകദേശം ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് വരണം കേട്ടോ. നെക്സ്റ്റ് നോക്കുക. 3 point masses M are placed at the vertices of an equal triangle of side A. Moment of inertia of the system about an axis COD. ഈ COD എന്നുള്ള ആക്സിൽ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ്. സോ ആക്സിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം നമുക്ക് വേണ്ടേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എത്രയാണ്? ആക്സിൽ നിന്ന് ഈ മാസിലേക്കുള്ള ദൂരം എത്രയാണ്? അതേപോലെ തന്നെ ആക്സിൽ നിന്ന് ഇയാളിലേക്കുള്ള ദൂരം എത്രയാണ്? അതേപോലെ തന്നെ ഈ മാസിലേക്കുള്ള ദൂരം എത്രയാണ് എന്ന് നോക്കണം. നിങ്ങൾ നോക്കുമ്പോൾ ഒരു മാസ് ആക്സിലാണ് നിൽക്കുന്നത്. അയാളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടോ? ഇല്ല. ഇയാളുടെ ദൂരം എത്രയാണ്? ഈ ദൂരം എത്ര വരും? ഇത് ഇക്വൽ ട്രയാങ്കിൾ അല്ലേ? ഇത് സൈഡ് എ ആണ്, ഇത് സൈഡ് എ ആണ്, ഇതും എ ആണ്, ഇതും എ ആണ്. സോ വി നോ ദാറ്റ് ഈ മാസിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എ ആണ്. സോ അയാളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് വരും? അയാളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ M × A² പ്ലസ് ഇയാൾ ആക്സിലായതുകൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇവനിലേക്കുള്ള ദൂരം എത്ര? ഇറ്റ് വിൽ ബി A/2. നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് 60 ആയിരിക്കും. cos 60 is equal to adjacent side divided by hypotenuse ആയിരിക്കും. അത് ചെയ്യുമ്പോൾ നമുക്ക് A/2 ആണ് കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇക്വൽ ട്രയാങ്കിളിൻ്റെ എൻഡിൽ നിന്ന് വേർട്ടിസിലേക്കുള്ള ദൂരം A/2 ആയിരിക്കും. സോ M × A/2 ഹോൾ സ്ക്വയർ. സോ MA² പ്ലസ് M × A²/4 വരും. ഓർ വി ഗെറ്റ് 5/4 MA² വരും. 5/4 MA². ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോ? 5/4 MA². ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്. A planet revolves in an elliptical orbit around the sun. The linear speed of the planet will be maximum എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഈ പ്ലാനറ്റ് തൊട്ടെടുത്ത് കിടക്കുന്ന ആൾക്ക് സ്പീഡ് കൂടുതലും വിട്ട് കിടക്കുന്ന ആൾക്ക് സ്പീഡ് കുറവും എന്നുള്ള വളരെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നില്ലേ? V = R omega. സോ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇവിടെ ഇയാൾക്ക് കുറവായിരിക്കും. കാരണം എന്താ? ഇയാൾക്ക് ചുറ്റുമാണ് ഇവൻ കടന്ന് കറങ്ങുന്നത്. അപ്പോൾ ആക്സിലേക്കുള്ള ദൂരം കുറവായിരിക്കും, മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറവായിരിക്കും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയുമ്പോൾ ഒമേഗ കൂടും, ഒമേഗ കൂടുമ്പോൾ V കൂടും. സോ ഇയാൾക്ക് ഇവിടെ സ്പീഡ് കൂടുതലായിരിക്കും, ഇവിടെ സ്പീഡ് കുറവായിരിക്കും. സോ സണ്ണിൻ്റെ തൊട്ടടുത്ത് സ്പീഡ് കൂടുതലും സണ്ണിന് വളരെ ഫാർ ആയി നിൽക്കുന്ന ആൾക്ക് സ്പീഡ് കുറവായിരിക്കും. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. നെക്സ്റ്റ്. ദ ബൾക്ക് മോഡുലസ് ഓഫ് എ സ്ഫെറിക്കൽ ഒബ്ജക്റ്റ് ഈസ് B. If it is subjected to uniform pressure P, the fractional decrease in radius ആണ് ചോദിച്ചിരിക്കുന്നത്. We know that സ്ഫെറിക്കൽ ഒബ്ജക്റ്റിൻ്റെ വോളിയം എന്താ? വോളിയം വിൽ ബി 4/3 pi r³. സോ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡിക്രീസ് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ΔV/V is equal to 3 × ΔR/R എന്ന് പറഞ്ഞാൽ 4/3 pi is constant. We know that ΔV/V അല്ലെങ്കിൽ ബൾക്ക് മോഡുലസിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ബൾക്ക് മോഡുലസ് is equal to P divided by ΔV/V അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ ΔV/V is equal to P divided by B എന്ന് എനിക്ക് എഴുതി കൂടെ? ഞാനിവിടെ റിസൾട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണത്? ΔV/V can be substituted by 3 × ΔR/R. സോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു? 3 × ΔR/R is equal to P divided by B. അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എന്ത് കിട്ടുന്നതാ? ΔR/R is equal to P divided by 3B എന്ന് വരുന്നു. P divided by 3B. ആൻസർ ഈസ് ഓപ്ഷൻ ബി. 6th question ആൻസർ ഈസ് ഓപ്ഷൻ ബി എന്ന് കിട്ടുന്നു. നെക്സ്റ്റ്. If the rise in heights of capillary of two tubes are 6.6 and 2.2, then the ratio of the radius of the tube ആണ്. വളരെ ബേസിക് ആയിട്ട് വേണ്ട എന്താ? കാപ്പിലറി ട്യൂബിൽ ഉണ്ടാവുന്ന റൈസ് എന്ന് പറഞ്ഞാൽ H is equal to 2t cos θ അല്ലെങ്കിൽ 2s cos θ divided by a rho g അല്ലേ? 2s cos θ divided by a rho g. What is A? A എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ട്യൂബിൻ്റെ റേഡിയസ് ആണെന്ത്? A. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ കാപ്പിലറി ട്യൂബിൽ ഉണ്ടാവുന്ന ഹൈറ്റ് റൈസ് ചെയ്യുന്ന ഹൈറ്റും ഈ ട്യൂബും നമ്മൾ റിലേഷൻ അല്ലേ? സോ വി നോ ദാറ്റ് H ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A. സോ H1 divided by H2 എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് R2 divided by R1. സോ H1 എത്രയാണ്? H1 6.6 ആണ്, R2 2.2 ആണ്, is equal to R2 divided by R1. സോ 2.2 6.6 3 ടൈംസ് ആയിരിക്കും. സോ 3 is equal to R2 divided by R1. നേരെ പോയിട്ട് 3:1 എന്ത് ചെയ്യരുത്? മാർക്ക് ചെയ്യരുത്. 3:1 പോയിട്ട് എന്ത് ചെയ്യരുത്? മാർക്ക് ചെയ്യരുത്. ചോദിച്ചിരിക്കുന്നത് ഈ ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസിൻ്റെയും ഈ ഹൈറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസിൻ്റെയും റേഷ്യോ ആണ്. അതായത് R1/R2 ആണ് ചോദ്യം. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? R2/R1 ആണ്. സോ നമ്മൾ നേരെ തലതിരിച്ച് എഴുതണം. തലതിരിച്ച് എഴുതുന്ന സമയത്ത് വി ഗെറ്റ് R1 divided by R2 is equal to 1/3. സോ ആൻസർ വിൽ ബി 1:3. ഓപ്ഷൻ എ is the right answer. നെക്സ്റ്റ്. നമ്മൾ പഠിക്കുന്നുണ്ട്
ഐസോട്രോപ്പിക് ആണെങ്കിൽ ഗാമ സീക്കൽ 3 ആൽഫ എന്ന് പഠിക്കുന്നുണ്ട്. സോ എന്നാൽ ആൽഫ എല്ലാ ഡയറക്ഷനിലും സെയിം അല്ലാത്ത കേസിൽ നമ്മൾ പഠിക്കുന്ന റിസൾട്ട് ഗാമ സീക്കൽ ടു ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് ആൽഫ 3. എല്ലാ ഡയറക്ഷനിലേക്കും ആൽഫ സെയിം ആണെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ സീക്കൽ 3 ടൈംസ് ഓഫ് കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ബട്ട് എല്ലാ സൈഡിലേക്കും ആൽഫ സെയിം അല്ലെങ്കിൽ ആൽഫ ഇക്വേഷൻ എന്താ ഗാമ സീക്കൽ ടു ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് ആൽഫ 3. സോ പറയുന്നുണ്ട് ഫസ്റ്റ് ഡയറക്ഷനിലേക്ക് ഉണ്ടാവുന്ന എ ക്രിസ്റ്റൽ ഹാസ് കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഈസ് 30 × 10⁻⁷ in one direction, 231 × 10⁻⁷ in every other direction right angles to it. Then the cubical coefficient of expansion എന്തിടാ ഗാമ is equal to ഒരാൾ 13 × 10⁻⁷, മറ്റേത് 231 അല്ലേ 231 × 10⁻⁷ പ്ലസ് 231 × 10⁻⁷. എല്ലാതൊന്നും 10⁻⁷ നമുക്ക് കോമൺ ആക്കി എടുക്കാം. 231 പ്ലസ് 231 പ്ലസ് 13 ഉണ്ടാവും. 231 പ്ലസ് 231 13 ചെയ്യുന്ന സമയത്ത് ഇവിടെ 5 ഉണ്ടാവും. 5 അവസാനം വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ വി ക്യാൻ ചൂസ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഞാനത് ഫുൾ കംപ്ലീറ്റ് ആക്കുന്നില്ല. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ആഡ് ചെയ്താൽ ഇങ്ങനെയാണ് കിട്ടുക. Question number 9. The relation between RMS velocity and most probable velocity of the gas. We know that RMS velocity equation the root of 3 RT divided by m. What is most probable velocity? That will be root of 2 RT divided by m. അല്ലേ? So we can say that root of RT by m അല്ലേ? ഇത് രണ്ട് റേഷ്യോ എടുത്ത് എന്ത് കിട്ടും? രണ്ട് റേഷ്യോ എടുത്താൽ VRMS divided by most probable velocity is equal to root of 3 RT by m into m divided by 2 RT എന്ന് വരും. റൂട്ടിൻ്റെ അകത്ത് m ക്യാൻസൽ ചെയ്യുക, RT ക്യാൻസൽ ചെയ്യുക. So that we get root 3/2. So VRMS is equal to root 3/2 into VMP. വളരെ ഡയറക്റ്റ് ചോദ്യമല്ലേ മക്കളെ. സോ ഈ ഒരു ചോദ്യവും റിലേഷനും അറിയുന്ന കുട്ടിയൊക്കെ എന്ത് ചെയ്യാം, വേഗം കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇക്വേഷൻസ് പ്രോപ്പറായിട്ട് അറിയണം. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ വിച്ച് റെപ്രസെൻറ്റ്സ് നോൺ പീരിയോഡിക് മോഷൻ. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നോൺ പീരിയോഡിക് മോഷൻസ് ഏതാ? സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും ലീനിയർ കോമ്പിനേഷൻ ഓഫ് സൈൻ ആൻഡ് കോസ് ഫംഗ്ഷൻ റെപ്രസെൻറ്റ്സ് പീരിയോഡിക് മോഷൻ. ദെൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ലോഗ് ഫംഗ്ഷനും എന്തല്ല പീരിയോഡിക് അല്ല. ഒരു ടൈം ഇൻ്റർവലിന് ശേഷം അതെന്ത് ചെയ്യില്ല, റിപ്പീറ്റ് ചെയ്യാത്തവരാണ്. അതുകൊണ്ട് തന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കാണുകയാണെങ്കിൽ അതെന്താണ്, അത് നോൺ പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, എ മങ്കി ഓഫ് മാസ് EM ഈസ് ക്ലൈംബിംഗ് എ റോപ്പ് വിത്ത് യൂണിഫോം സ്പീഡ്. ദ ടെൻഷൻ ഇൻ ദ റോപ്പ് വിൽ ബി. യൂണിഫോം സ്പീഡിലാണെങ്കിൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. ടെൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വെയിറ്റ് തന്നെയായിരിക്കും. ടെൻഷൻ വിൽ ബി ഈക്വൽ ടു mg ആയിരിക്കും. 11th ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. A uniform chain of has mass m and length L. It is held on a frictionless table with 1/6 of its length hanging over the edge. നമ്മൾ പഠിക്കുന്ന റിസൾട്ട് ഉണ്ടല്ലോ അല്ലേ, ആ റിസൾട്ട് ഇവിടെ ഉപയോഗിക്കണം ശരിക്കും അല്ലേ. ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ചെയിൻ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഈ ചെയിനിലെ L/N ഭാഗമാണ് ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ചെയിൻ്റെ മാസ് എമ്മും ചെയിൻ്റെ ടോട്ടൽ ലെങ്ത് എല്ലുമാണ്. അതിൽ L/N ഭാഗം നമ്മൾ അവിടെ ഹാങ് ചെയ്തിരുന്നു ഫ്രിക്ഷൻലെസ് സർഫസിലാണെങ്കിൽ. അതിനെ മുകളിലേക്ക് വലിച്ചു കയറ്റാൻ, ഈ താഴത്തേക്ക് ഹാങ് ചെയ്ത് കിടക്കുന്ന ചെയിനെ മുകളിലേക്ക് വലിച്ചു കയറ്റാൻ വേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന റിസൾട്ട് എന്തായിരുന്നു, mgL / 2n² ആണ്. അവിടെ n എന്ന് പറഞ്ഞിരിക്കുന്നത് L/N n ആണ്. ഇവിടെ നോക്കണേ, ഇവിടെ പറയുന്നത് 1/6 ഓഫ് ഇറ്റ്സ് ലെങ്ത് ഹാങ്ങിങ് ആണ്. സോ L/6 ആണ് ഹാങ് ചെയ്യുന്നത്. L/6 ആണ് ഹാങ് ചെയ്യുന്നത് പറയുകയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ ഇവിടെ എന്തായിരിക്കും, 6 ആയിരിക്കും. സോ നമുക്ക് ഇവിടെ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് വർക്ക് ഇസ് ഈക്വൽ ടു mgL / 2 into 6². 6² എത്രയാണ്, 36. mgL / 36 into 2 that is 72. So mgL / 72 എന്നുള്ള ആൻസർ കിട്ടും. നെക്സ്റ്റ്, the moment of inertia of a straight thin rod of mass m, length L, about an axis perpendicular to its length and passing through its one end. നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്ന റിസൾട്ട് ആണ് അല്ലേ. സോ സെൻറ്ററിലൂടെ കടന്നു പോവുകയാണെങ്കിൽ mL²/12. ഇനി ആക്സിസ് കടന്നു പോകുന്നത് ഒരു എൻഡിലൂടെ ആണെങ്കിൽ പാരലാക്സ് തിയറം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. ആക്സിസ് കടന്നു പോകുന്ന ഒരു എൻഡിലൂടെ ആണെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ mL²/3 ആണ് പഠിക്കുന്നുണ്ട്. സോ ശരിക്കും അത് റിസൾട്ടാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇത് ലെങ്ത് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം L/2 ആണ്. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എനി ആക്സ് ചോദിക്കുകയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിലൂടെ അതിന് പാരലായി കടന്നു പോകുന്ന ആക്സിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് ma² ആണ്. സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്നത് പാരലായിട്ടുള്ളത് mL²/12 ആണ്. m × a എന്ന് പറഞ്ഞാൽ L/2 2 ആണ്. അടുത്ത സ്റ്റെപ്പിൽ mL²/12 പ്ലസ് mL²/4 ആണ്. ഇവിടെ നമ്മൾ 4 ആക്കണമെങ്കിൽ × 3 ചെയ്യണം, ഇവിടെ × 3 ചെയ്യണം. സോ വി ഗെറ്റ് 4 mL²/12 വരും. ദാറ്റ് വിൽ ഗീവ് mL²/3 വരും. നമ്മൾ ബൈ ഹാർട്ട് പഠിച്ച റിസൾട്ടാണ്. ഇതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്കറിയാം, എന്നാൽ കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതൊക്കെ വളരെ ഫാസ്റ്റായി നിങ്ങൾ ടിക്ക് ചെയ്ത് പോയിരിക്കുന്ന ചോദ്യമായിരിക്കും. ദെൻ the distance from the center of the earth where the weights of the body are 0 and 1/4 of its weight of the body on the surface of the earth are.
ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത് വേർ ദ വെയ്റ്റ്സ് ഓഫ് ദ ബോഡി ആർ 0. ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് എർത്ത് അല്ലേ, എർത്തിൻ്റെ സെൻറ്റർ എന്നുള്ള ദൂരമല്ലേ, എർത്തിൻ്റെ സെൻറ്ററിൽ എന്താണ് G 0 ആണ്. അതുകൊണ്ട് അവിടെ എന്തായിരിക്കും, വെയിറ്റ് 0 ആയിരിക്കും. അപ്പോൾ 0 സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ്. അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് 1/4 ദാറ്റ് ഓഫ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് 1/4 ആവുന്ന വെയിറ്റ്. ഞാൻ പറയുകയാണ്, ഇവിടെ നിന്ന് D ഡെപ്ത്, സർഫസിൽ നിന്ന് D ഡെപ്തിൽ ഉണ്ടാവുന്ന ഒരു പോയിന്റിൽ വെയിറ്റ് അല്ലെങ്കിൽ ജിയുടെ വാല്യൂ G/4 ആയിരിക്കണം. അതായത് ഒരാളുടെ വെയിറ്റ് mg/4 ആവുക എന്ന് പറഞ്ഞാൽ G' എന്തായിട്ട് മാറിയതാണ്, അയാളുടെ അവിടുത്തെ G എന്തായിട്ട് 1/4 G/4 ആയി എന്നുള്ള മീനിങ് ആണ്, വേറെ മീനിങ് ഒന്നുമില്ല. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 1/4 ആയ സ്ഥലത്ത് അയാളുടെ വെയിറ്റ് എന്തായിരിക്കും, 1/4 ഓഫ് ഇറ്റ്സ് വെയിറ്റ് ആയിരിക്കും, അതിൻ്റെ സർഫസിലെ വെയിറ്റിൻ്റെ 1/4 ആയിരിക്കും. അപ്പോൾ ഈ D കണ്ടുപിടിക്കണം. എങ്ങനെയാണ് D കണ്ടുപിടിക്കുക? വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാറിയോ, നമ്മളെ D എന്ന് പറയുന്നത് സർഫസിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ നമുക്ക് ജിയുടെ വാല്യൂ G/4 ആവുന്ന ഡെപ്ത് സർഫസ് എന്നുള്ള ദൂരം കണ്ടുപിടിച്ചാൽ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരത്തിന് എന്ത് വിളിക്കുന്നു, X എന്ന് വിളിക്കുന്നു. സോ ഈ X കിട്ടാൻ എന്ത് ചെയ്യണം, X എന്ന് പറഞ്ഞാൽ മൊത്തം റേഡിയസിൽ നിന്ന് D കുറച്ചാൽ പോലെ, X is equal to R minus D ആണ്. അപ്പോൾ ആദ്യം D കണ്ടുപിടിക്കാം. സോ G of D is equal to G into 1 minus D/R ൽ ജിയുടെ വാല്യൂ 1/4 ആവണം. അപ്പോൾ G/4 is equal to G into 1 minus D/R. G ക്യാൻസൽ ചെയ്താൽ 1/4 is equal to 1 minus D/R. മൈനസ് D/R ഇങ്ങോട്ട് വന്നാൽ D/R is equal to 1 minus 1/4 or we get 3/4. അപ്പോൾ D is equal to 3/4 R വരും. അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം, ഇവിടേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത്, ആ പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് 3/4 R ആണ്. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരത്തിലായിരിക്കും, ദൂരം R minus 3/4 R ചെയ്താൽ വി ഗെറ്റ് R/4. അപ്പോൾ 0 സെൻറ്ററിൽ, അതേപോലെ R/4ലാണ്. എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം R/4 ആണ്. ചിലപ്പോൾ മക്കൾ ഈ ഒരു ചോദ്യം വളരെ ഫാസ്റ്റായി ചെയ്യുന്ന കൂടുതൽ എന്ത് ചെയ്യും, 3R/4 മാർക്ക് ചെയ്ത് ഓപ്ഷൻ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരമാണ്. ഈ D ഒക്കെ എന്ന് പറഞ്ഞിരിക്കുന്ന എർത്തിൻ്റെ സർഫസിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത്, മാറിപ്പോകരുത്. The breaking stress of a wire of a unit cross section is called tensile strength. അല്ലേ, ബ്രേക്കിംഗ് സ്ട്രെസ് ഫോർ എ വയർ ഓഫ് എ യൂണിറ്റ് ക്രോസ് സെക്ഷൻ, അതായത് ബ്രേക്കിംഗ് സ്ട്രെസ് ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ ടെൻസൈൽ സ്ട്രെങ്ത് അല്ലേ. ബ്രേക്കിംഗ് സ്ട്രെസ് ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാ, ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. The pressure inside two soap bubbles are 1.01 and 1.02 atmosphere. Ratio between their volume അല്ലേ ചോദിച്ചിരിക്കുന്നത് മക്കളെ. വാട്ട് ഈസ് വോളിയം? വോളിയം എന്ന് പറഞ്ഞാൽ 4/3 pi r³ ആണല്ലേ, 4/3 pi r³ ആണ്. ഓർ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r³ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് പ്രഷർ ഇൻസൈഡ് ദ ടു സോപ്പ് ബബിൾസ് ആർ 1.01 ആൻഡ് 1.02. അപ്പോൾ സോപ്പ് ബബിളിൻ്റെ ഡെൽറ്റ പി പ്രഷർ ഡിഫറൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. സോപ്പ് ബബിളിൻ്റെ പ്രഷർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4s divided by r ആണ്. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇതിൻ്റെ അകത്ത് 1.01 ആണ്. അതേപോലെ തന്നെ വേറൊരാളുണ്ട്, അയാളുടെ അകത്ത് 1.01 അല്ല, അയാളുടെ അകത്ത് 1.02 ആണ്. സോ അകത്തുള്ള പ്രഷർ അറിയാം, പുറത്ത് അറ്റ്മോസ്ഫിയർ പ്രഷർ അല്ലേ, അത് 180 m അല്ലേ. സോ അകത്ത് 1.01 ആണ്, പുറത്ത് 180 m ആണെങ്കിൽ വാട്ട് ഇസ് ഡെൽറ്റ പി ഇൻ ദ ഫസ്റ്റ് കേസ്? ഡെൽറ്റ പി വിൽ ബി, ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ 1.01 മൈനസ് 1 ഇസ് ഈക്വൽ ടു 4s ഡിവൈഡ് ബൈ ഇതിന് R1 കൊടുക്കാം. രണ്ടാമത്തെ ആൾ 1.02 മൈനസ് 1 ഇസ് ഈക്വൽ ടു 4s ഡിവൈഡ് ബൈ R2 വരും അല്ലേ. 4s ഡിവൈഡ് ബൈ R2 വരും. റൈറ്റ്. സോ 1.01 മൈനസ് 1, അതായത് ഇങ്ങനെ 1.01 മൈനസ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രഷർ ഇൻസൈഡ് ദ സോപ്പ് ബബിൾ വന്നിരിക്കുന്നത്. നമ്മുടെ പ്രഷർ ഡിഫറൻസ്, ഇൻസൈഡും ഔട്ട് സൈഡിൻ്റെ പ്രഷർ ഡിഫറൻസ് ആണ് ഡെൽറ്റ പി. ഡെൽറ്റ പി ഈക്വൽ ടു 4s by r ആണ് ഫോർ സോപ്പ് ബബിൾ. അപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് അകത്തുള്ള പ്രഷർ 1.01 ആണ്, പുറത്തുള്ളത് 1 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുക? ഈ റിസൾട്ട് എന്ത് കിട്ടും? 1.01 മൈനസ് 1 0.01 ഇസ് ഈക്വൽ ടു 4s by r1. അതേപോലെ 0.02 ഇസ് ഈക്വൽ ടു 4s ഡിവൈഡ് ബൈ R2 ഓർ R2 ഇസ് ഈക്വൽ ടു 4s ഡിവൈഡ് ബൈ 0.02 ഓർ R1 ഇസ് ഈക്വൽ ടു 4s ഡിവൈഡ് ബൈ 0.01. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, പട്ടപ്പെട്ടെന്ന് അടിച്ച് പോകണം. സോ അടുത്ത സ്റ്റെപ്പിൽ വി ക്യാൻ സേ ദാറ്റ് R1 ഡിവൈഡ് ബൈ R2 എടുത്താൽ 0.02 ഡിവൈഡ് ബൈ 0.01 ഓർ വി ക്യാൻ സേ ദാറ്റ് 2/1 കിട്ടും.
അതായത് ഈ രണ്ട് സാളുകളുടെയും റേഡിയസിൻ്റെ റേഷ്യോ 2/1 ആണ്. നമുക്ക് വോളിയത്തിൻ്റെ റേഷ്യോ അല്ലേ വേണ്ടത്? വോളിയം V1/V2 ആണ്. V1/V2 എന്ന് പറയുമ്പോൾ R1/R2 ഹോൾ ക്യൂബ് ആണ്. R1/R2 2/1 ആണ്. അപ്പോൾ 2/1ൻ്റെ ക്യൂബ് എടുത്താൽ 8/1 വരും. സോ ആൻസർ വിൽ ബി 8:1 വരും. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? ചോദ്യത്തിൽ പറയുന്നുണ്ട്, വ്യക്തമായി പറയുന്നുണ്ട്, അകത്തുള്ള പ്രഷറാണ് 1.01, അകത്തുള്ള പ്രഷറാണ് 1.02. വി നോ ദാറ്റ് പ്രഷർ ഡിഫറൻസ് ഇൻസൈഡ് ഔട്ട് ആണ് എന്ത് 4s/r ഫോർ സോപ്പബിൾ. അപ്പോൾ ഡെൽറ്റ പി കണ്ടുപിടിക്കുന്നു, ഡെൽറ്റ പി കണ്ടുപിടിച്ച് R1 R2 കണ്ടുപിടിക്കുന്നു, റേഷ്യോ എടുക്കുന്നു. അപ്പോൾ നമുക്ക് R1/R2 റേഷ്യോ കിട്ടുന്നു. ദെൻ വോളിയത്തിൻ്റെ റേഷ്യോ എന്താ? വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ R ക്യൂബ് ആണ്. V1/V2 വിൽ ബി R1/R2 ഹോൾ ക്യൂബ് വരും. നെക്സ്റ്റ്, a uniformly tapering vessel is filled with a liquid of density 900 kg/m3. The force that acts on the base of the vessel due to the liquid. ഈ ലിക്വിഡ്, ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ലിക്വിഡ് ഈ ബേസിൽ എക്സൈഡ് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? അകത്ത് വെച്ചിരിക്കുന്ന ലിക്വിഡ് എക്സൈഡ് ചെയ്യുന്ന പ്രഷർ എന്താ? HROG. സർഫസിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോ അകത്ത് വെച്ചിരിക്കുന്ന ലിക്വിഡ് താഴത്തെ ബേസിൽ എക്സൈഡ് ചെയ്യുന്ന പ്രഷർ HROG ആണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? താഴത്ത് എക്സൈഡ് ചെയ്യുന്ന ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? ആ എക്സൈഡ് ചെയ്യുന്ന ഫോഴ്സ് എക്സൈഡ് ചെയ്യുന്ന ഏരിയ. സോ അവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ HROG ഇൻറ്റു ഏരിയ വരും. H എത്രയാ? 0.4. ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് 900. ജിയുടെ വാല്യൂ 10 എടുക്കാം. ഏരിയ ഓഫ് ദ ബേസ് വെസൽ 2 × 10⁻³ സോ ഇവിടെ നമുക്ക് ആകെ രണ്ട് നമ്പേഴ്സിൽ 9ഉം 4ഉം 36ഉം 2ഉം 72 വരുന്ന ആ റേഞ്ച് വരുന്ന ആകെ ഒരു ഓപ്ഷനുള്ളൂ. ഞാൻ എല്ലാ ടൈമുകളും വരുന്ന മൾട്ടിപ്പിൾ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് പോകേണ്ടത്. മനസ്സിലായോ? നെക്സ്റ്റ്, lambda m denotes the wavelength at which the radiative emission from a black body at a temperature T is maximum. Then lambda m is directly proportional to 1/T. Wein's displacement law. അതായത് ടെമ്പറേച്ചർ വേവ് ലെങ്ത് കുറഞ്ഞ ആൾക്കായിരിക്കും മാക്സിമം സ്പെക്ട്രൽ ഇൻറ്റൻസിറ്റി കാണിക്കുന്ന വേവ് ലെങ്ത് കാണിക്കുന്ന സമയത്ത് ആ ടെമ്പറേച്ചർ എന്തായിരിക്കും? വേവ് ലെങ്ത് ആർക്കാണോ കൂടുതൽ അയാൾക്ക് ടെമ്പറേച്ചർ എന്തായിരിക്കും? കുറവായിരിക്കും. ലാംഡ എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 1/T ഓർ ലാംഡ എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T⁻⁻1 എന്നുള്ള ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. Next, kinetic energy and potential energy of a particle executing SHM with amplitude A will be equal when its displacement is A/√2. ബൈഹാർട്ട് പഠിക്കേണ്ട റിസൾട്ടുകൾ അതൊക്കെ. അതായത് കൈനറ്റിക് എനർജിയും അതേപോലെ പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ K × A² - Y². വാട്ട് ഇസ് പൊട്ടൻഷ്യൽ എനർജി? ½ K Y² വരും. സോ ഈ ½ K ക്യാൻസൽ ചെയ്യും. സോ A² - Y² is equal to Y², or A² is equal to 2Y², or Y² is equal to A²/2, or Y is equal to A/√2. ബൈ ഹാർട്ട് പഠിക്കേണ്ട റിസൾട്ട് ആട്ടോ. സോ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് A/√2. നെക്സ്റ്റ്, ഇൻ എ മീഡിയം ഇൻ വിച്ച് എ ട്രാൻസ്വേഴ്സ് പ്രോഗ്രസീവ് വേവ് ഈസ് ട്രാവലിംഗ്, ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 points with the separation of 1.25 cm is π/4. അതായത് ഡെൽറ്റ എക്സ് വാല്യൂ ഇസ് ഗിവൺ, ഡെൽറ്റ ഫൈ ഈസ് ഗിവൺ. വി നോ ദാറ്റ് delta phi is equal to 2π/λ into delta x. ഫ്രീക്വൻസി ഓഫ് ദ വേവ് തന്നിട്ടുണ്ട്, വെലോസിറ്റി ആണ്. വാട്ട് ഇസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു λf ആണ്. സോ ലാംഡ കണ്ടുപിടിക്കണം. ലാംഡ കിട്ടണം. എങ്ങനെ കിട്ടും? ഇവിടുന്ന് കിട്ടും. ഡെൽറ്റ ഫൈ എന്നിട്ടല്ലേ രണ്ട് പോയിന്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തരുന്നുണ്ട്. രണ്ട് വേവുകൾ ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. എത്രയാണ് പാത്ത് ഡിഫറൻസ്? 2π/λ ഇൻറ്റു 1.25 ആണ്. എന്താ ഫേസ് ഡിഫറൻസ്? ദാറ്റ് ഈസ് π/4 ആണ്. പൈ ക്യാൻസൽ ചെയ്യാം. ലാംഡ സി ഈക്വൽ ടു 4 × 2 8 × 1.25 വരും. 8 × 1 8 വരും. 0.25 × 8 എത്ര വരും? 0.25 × 4 1 ആണ്. അപ്പോൾ 2 വരും. അപ്പോൾ 10 അല്ലേ വരിക? ലാംഡ വിൽ ബി 10 cm ഓർ സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റിയാൽ 10 × 10⁻², 0.1 മീറ്റർ വരും. 0.1 മീറ്റർ. സോ വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു ഫ്രീക്വൻസി എത്രയാണ്? 1000. ഒരു 0 ഉപയോഗിക്കാൽ 100 m/s ആയിരിക്കും ഇതിൻ്റെ വെലോസിറ്റി. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ ഡയറക്റ്റ് ചോദ്യം. സെക്ഷൻ ബി അറിയാലോ, ന്യൂമറിക്കലാണ്. ചോദ്യം നോക്കണേ. എ ട്രെയിൻ കവേഴ്സ് the first half of the distance between two stations at speed 40 and other half 60, then average speed. രണ്ട് ഈക്വൽ സ്പീഡിലാണ് രണ്ട് ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ഡിഫറൻറ്റ് സ്പീഡിലാണെങ്കിൽ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2v1 v2 / v1 + v2 അല്ലേ? സോ 2 × 40 × 60 / 40 + 60 ദാറ്റ് ഈസ് 100. സീറോയും ക്യാൻസൽ ചെയ്യടാ. 6 4 24 × 2 ദാറ്റ് വിൽ ഗീവ് 48 km/h കിട്ടും. നെക്സ്റ്റ്,
3 blocks of masses M1, M2, M3 are connected by a massless string as shown in the frictionless table. They pulled with a force 40 Newton. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് എത്രയാണ്? 40 ന്യൂട്ടൺ ഉപയോഗിച്ച് വലിക്കുന്നുണ്ട്. M1ന്റെ മാസ് 10 ആണ്, M2 6 ആണ്, M3 4 ആണെങ്കിൽ ടെൻഷൻ T2. T2 ആണ് അടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. T2 കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ഞാൻ നമ്മൾ പഠിപ്പിച്ചായിരുന്നു. ഒരു വയർ നമ്മൾ റോപ്പ് വലിച്ചു പിടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന റിസൾട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വയറിൻ്റെ ഇടയിലുള്ള ഏതൊക്കെ മാസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ടെൻഷനാണോ കണ്ടുപിടിക്കേണ്ടത്, അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? അതിൻ്റെ ബാക്കിലുള്ള മൊത്തം മാസ് എടുക്കുക. ബാക്കിലുള്ള മൊത്തം മാസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫോഴ്സ് പോകുന്ന ഈ ഡയറക്ഷൻ, ഫോഴ്സ് കൊടുക്കുന്ന ഈ ഡയറക്ഷൻ, നമുക്ക് ടെൻഷൻ അടിക്കുന്ന റോപ്പ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റോപ്പിൻ്റെ ബാക്കിലുള്ള 2 മാസുകളെ ഒരൊറ്റ മാസാക്കി എടുക്കൂ. M1 + M2 അല്ലുള്ളത്. 2 മാസുകൾ ഏതൊക്കെയാണ്? ഒന്ന് M1 + M2. എന്നിട്ട് ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ടെൻഷൻ അടിക്കാൻ മാസ് ബിഹൈൻഡ് ദ സിസ്റ്റം ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസ് എഹെഡും മാസ് ബിഹൈൻഡും ഉണ്ട്. എഹെഡ് നമ്മൾ മറ്റേ പുഷ് ചെയ്യുന്ന കേസിൽ, ഇത് പുൾ ചെയ്യുന്ന കേസിലാണ്. പുൾ ചെയ്യുന്ന കേസിൽ മാസ് ബിഹൈൻഡ് ദ സിസ്റ്റം, ആ റോപ്പിൻ്റെ ബാക്കിലുള്ള മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. അല്ലെങ്കിൽ ചെയ്യാൻ എന്ത് ചെയ്യണം? സാധാ ഫ്രീ ബോഡി ഡയഗ്രം വരച്ച് ചെയ്യണം. സോ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യണമല്ലോ. ആക്സിലറേഷൻ സിസ്റ്റം എന്താ? നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ആണ്. ഇവിടെ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ടോട്ടൽ ഫോഴ്സ് 40 ആണ്. ഇവിടെ ടോട്ടൽ മാസ് 10ഉം 6ഉം 16, 16ഉം 4ഉം 20 വരും. സോ ദാറ്റ് വിൽ ഗീവ് 2 m/s² ആയിരിക്കും ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. ബാക്കിലുള്ള മാസ് M1 10 ആണ്, M2 6 ആണ്. ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം 2 വരും. 10 + 6 16 × 2 16 × 2 ദാറ്റ് വിൽ ഗീവ് 32 ന്യൂട്ടൺ വരും. 32 ന്യൂട്ടൺ. 32 Newton will be the right answer. An ideal heat engine exhausting heat at 77 degrees Celsius to have 30% efficiency. It must take heat. So, namakariam what is efficiency? Efficiency is equal to 1 - T2 divided by T1. Efficiency, Carnot engine നമ്മൾ പഠിക്കുന്നുണ്ട്. efficiency ideal heat engine എന്ന് പറയുന്ന സമയത്ത് efficiency 1 - T2 by T1 ആണ്. efficiency 30% എന്ന് പറയുമ്പോൾ 30 divided by 100 is equal to 1 - T2 77. T2 ആണ് വന്നിരിക്കുന്നത് 77 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 77 നമ്മൾ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ +273 ചെയ്യുക. നമുക്ക് T1 ആണ് കണ്ടുപിടിക്കേണ്ടത്. T1 കെൽവിനിലാണ് കിട്ടുക. അതിനുശേഷം അതിനെ സെൽഷ്യസിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 77 നും 273 7 ആഡ് ചെയ്താൽ 280 350 വരും അല്ലേ. അപ്പോൾ 350 divided by T1 വരും. ഇവിടേക്ക് വരുമ്പോൾ 1 - 30 divided by 100 വരും. ഓർ വി ക്യാൻ സേ ദാറ്റ് 70 divided by 100 വരും. 70 by 100 is equal to 350 divided by T1 വരും. 0 0 0 0 ക്യാൻസൽ ചെയ്തൂടെ. ഈ 0യും ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്യാം. അതിനുശേഷം ഒരു 0 എക്സ്ട്രാ അവിടെ ഉണ്ടാവില്ല അല്ലേ. വെരി സോറി. ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്യാം. ഈ 735ൽ 5 പ്രാവശ്യം. അപ്പോൾ T1 is equal to 500 കെൽവിൻ കിട്ടും. T1 500 കെൽവിനാണ്. അപ്പോൾ അതിന് നമുക്ക് സെൽഷ്യസിലേക്ക് മാറ്റാൻ -273 ചെയ്യാം. 273 കുറച്ചിട്ടുണ്ടെങ്കിൽ 27 27 + 200 227 degrees Celsius. 227 degrees Celsius is the right answer. Rain is falling vertically downward with a velocity 3 km/h. A man walking in the rain drops with a velocity 4 km/h. The raindrops will fall on the man with a velocity. Rain വരുന്നത് 3 km/h. ഇയാൾ നടക്കുന്നത് വെലോസിറ്റി ഓഫ് മാൻ വിൽ ബി 4 km/h. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡയറക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. റെയിൻ ഏത് ഡയറക്ഷനിൽ വരും എന്നൊന്നുമല്ല ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജസ്റ്റ് റിലേറ്റീവ് വെലോസിറ്റിയാണ്. സോ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് റെയിൻ - വെലോസിറ്റി ഓഫ് മാൻ. ഈ 2 വെക്ടേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ റിസൾട്ടൻ്റ് VR² + VM² ആണ്. √3² + 4² ദാറ്റ് വിൽ ഗിവ് 5 km/h എന്ന് കിട്ടും. Last and final question in this paper. When 110 joule of heat is added to gas system, internal energy increases by 40 joule. The amount of work done is Newton. First law of thermodynamics and the delta Q is equal to delta U plus delta W. 110 ജൂൾ ഹീറ്റ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു, പോസിറ്റീവ് ആണ്. അപ്പോൾ 110. ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നു, പോസിറ്റീവ് ആണ്, 40 പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. സോ ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 110 - 40 70 ജൂൾ. 70 ജൂൾ ഈസ് ദ റൈറ്റ് ആൻസർ. സോ മക്കളെ, പേപ്പർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം പേപ്പർ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. സോ ഈ ഒരു ഈസി പേപ്പറിൽ നിങ്ങൾ 25ലും 25 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഈ ഒരു പേപ്പർ ഈസി എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്കോർ ബോർഡ് 25ൽ 25ഉം ശരിയായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ പേപ്പർ ഈസി എന്ന് പറയാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ. ഇതിലൊരു ചോദ്യം പോലും നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. ഇൻ കേസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ഈസി എന്ന് പറയാൻ പാടില്ല. സോ അത്രയും പഠിച്ച കുട്ടികൾക്ക് ഈ ഒരു പേപ്പർ 25 കറക്റ്റ് ആയാലും മാത്രമേ നമ്മൾ അതിനെ ഈസി എന്ന് വിളിക്കുന്നുള്ളൂ. സോ ഗൈസ്,
ദിസ് ഈസ് ദ ഡിസ്കഷൻ. ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഡയറക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. സോ നിങ്ങളെല്ലാവരും ഇത് തകർത്തെന്ന് പ്രതീക്ഷിക്കുന്നു. സീ യു ഓൾ, ബൈ.